ഇനി സിറാജ് ലൈവിന്റെ ഒരു എക്സ്ക്ലൂസീവ് വാർത്തയാണ്. സുന്നികളിലെ രണ്ട് വിഭാഗങ്ങളും പരസ്പരം ഐക്യപ്പെട്ടു കഴിഞ്ഞുവെന്ന് കേരളയാത്ര ഉപനായകൻ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി. ഐക്യം ഇനിയും വികസിപ്പിക്കാൻ തങ്ങൾ തയ്യാറാണെന്നും കേരളയാത്രയ്ക്കിടെ സിറാജ് ലൈവ് എഡിറ്റർ ഇൻചാർജ് സയ്യിദ് അലി ശിഹാബിന് അനുവദിച്ച എക്സ്ക്ലൂസീവ് അഭിമുഖത്തിൽ ഉസ്താദ് വ്യക്തമാക്കി. ആശയപരമായി രണ്ട് സുന്നികളും തമ്മിൽ ഒരു അനൈക്യവും ഇപ്പോൾ നിലനിൽക്കുന്നില്ലെന്നും ഉസ്താദ് കൂട്ടിച്ചേർത്തു. ഇപ്പോൾ രണ്ട് സംഘടനകളായി സമസ്ത കേരള ജമിയത്തുൽ 100-ാം വാർഷികം കൊണ്ടാടുന്നു എന്ന് പറഞ്ഞാൽ അവർ പരസ്പരം ഐക്യത്തിലാണ് എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. കാരണം സമസ്ത കേരള ജമിയത്തുൽ ആശയവും സമസ്തയും ആദരിക്കപ്പെടേണ്ടതും അംഗീകരിക്കപ്പെടേണ്ടതുമാണ് എന്നതിൽ രണ്ട് സംഘടനകളും ഐക്യത്തിലാണ്. അതുകൊണ്ടാണല്ലോ രണ്ട് വിഭാഗവും സമ്മേളനങ്ങൾ നടത്തുന്നത്. അപ്പോൾ ആശയപരമായി ആ വിഷയത്തിൽ അവർ ഐക്യത്തിലായി കഴിഞ്ഞു, തർക്കങ്ങളില്ല. പിന്നെ കുറച്ച് മുമ്പ് കുറച്ച് അസ്വാരസ്യങ്ങളും കുറേ തർക്ക വിതർക്കങ്ങളൊക്കെ ആയി കുറേ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. അത് ഓരോരുത്തരും അവരവരുടേതായ ന്യായവശങ്ങൾ പറയാനൊക്കെ സമയവും കണ്ടെത്തിയിട്ടുണ്ടാവും. അത് സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു സംഗതിയാണ്. അവിടെയും എല്ലാവരും തുല്യരായിക്കൊള്ളണം എന്നില്ല. ചിലരുടെ ശൈലിയും നയവും അതൊന്നായിരിക്കും, വേറെ ചിലരുടെ ശൈലിയും നയം മറ്റൊന്നായിരിക്കും. ഏതായിരുന്നാലും അത് കഴിഞ്ഞ കാല സംഭവങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ സുന്നികൾ ഐക്യത്തിലാണ് എന്നുള്ളതാണ് ശരി. കേരളയാത്രാ അനുഭവങ്ങൾക്ക് പുറമെ മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ ബിദഈ കക്ഷികൾ ഉൾപ്പെടുമോ? കേരള മുസ്ലിം ജമാഅത്ത് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുമോ? സംഘടനയുടെ രാഷ്ട്രീയ ഇടപെടലുകൾ, വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശം തുടങ്ങി സുപ്രധാന ചോദ്യങ്ങൾക്ക് കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി കൂടിയായ പേരോട് ഉസ്താദ് അഭിമുഖത്തിൽ വ്യക്തമായി മറുപടി നൽകുന്നുണ്ട്. പേരോട് ഉസ്താദിന്റെ ആദ്യ ദൃശ്യമാധ്യമ അഭിമുഖം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് സിറാജ് ലൈവ് സംപ്രേഷണം ചെയ്യും. waytonikah.com, the exclusive Muslim matrimonial site.